സംവാദം യഥാർത്ഥത്തിൽ കേരളീയ യുക്തിവാദികൾക്ക് ചില തിരിച്ചറിവുകൾ നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഒരു തരത്തിൽ ദാർശനികമായി യുക്തിവാദം സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ ഈ ഒരു തരത്തിൽ ഉത്തരം മുട്ടേണ്ടി വരുമെന്ന് അവർ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ തുടർച്ച എന്ന് തന്നെ മനസ്സിലാക്കാം. ഇടമറുകിനെ പോലെയുള്ള ആളുകൾ പിന്നീട് ഇസ്ലാമിക വിമർശനങ്ങളുമായി പുസ്തകങ്ങളുമായി രംഗത്ത് വന്നത് അതിന്റെ തുടർച്ച എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇന്നത്തെ അവസ്ഥ എന്താ? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മിഷനറിമാരുടെയും അതുപോലെ തന്നെ ഓറിയന്റലിസ്റ്റുകളുടെയും ഇസ്ലാമിക വിമർശനങ്ങൾ പദങ്ങൾ പോലും കോപ്പിയടിച്ചുകൊണ്ട് നടക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്റെ നാടിനടുത്തുള്ള ഉളിക്കലിൽ വെച്ച് ഒരു യുക്തിവാദി പറഞ്ഞത് യഥാർത്ഥത്തിൽ ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു എന്നുള്ളത് മാത്രമാണ് യഥാർത്ഥത്തിൽ തീവ്രവാദത്തിന് മൊത്തം കാരണം. ഈ ഒരു തരത്തിൽ ഇസ്ലാമിനെ വിമർശിക്കുക എന്നുള്ളത് അന്ധമായി ഒരു അജണ്ടയാക്കി അതിനപ്പുറത്തേക്ക് ഒരു അജണ്ടയില്ലാത്ത അവസ്ഥയിലേക്ക് കേരളീയ യുക്തിവാദികൾ മാറി എന്നുള്ളത് ഒരു വസ്തുതയാണ് പ്രിയമുള്ളവർ. എന്നാൽ നമുക്ക് പറയുവാനുള്ളത്, ഈ ഒരു ആളുകളോട് നമുക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കുന്നതിന് മുമ്പ് നട്ടെല്ല് നിവർത്തിക്കൊണ്ട് നിങ്ങളുടെ ആദർശം തെളിയിക്കുവാൻ, നിങ്ങളുടെ ആദർശം ദാർശനികമായി സ്ഥാപിക്കാൻ നിങ്ങൾ തയ്യാറാവണമെന്നാണ്. മാത്രവുമല്ല സുഹൃത്തുക്കളെ, ഇസ്ലാമിക വിമർശനങ്ങളുമായി ഇവര് രംഗത്ത് വന്നപ്പോ ഇസ്ലാമിക പണ്ഡിതന്മാർ ഇവർക്ക് കൃത്യമായ വ്യക്തമായ മറുപടികൾ കൊടുത്തു. യഥാർത്ഥത്തിൽ അതിൽ നിന്നും പിൻവലിയേണ്ട ഒരു അവസ്ഥ ഇപ്പൊ അവർക്കുണ്ടായി. അതിന്റെയൊക്കെ തുടർച്ചയെന്നോണമാണ് ഇപ്പൊ ഏറ്റവും അവസാനത്തെ 18ാമത്തെ അടവെന്ന് പറയാം. ഇപ്പൊ കോമാളി മുഖംമൂടികളുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അവർ. കോമാളി മുഖംമൂടി മാത്രമേ ഇനി അവർക്ക് സ്വീകരിക്കാൻ ബാക്കിയുള്ളൂ. ഇനിയോ അങ്ങനെ കോമാളി മുഖംമൂടികൾ സ്വീകരിക്കുകയാണെങ്കിൽ അതെങ്കിലും സ്വയം ഒന്ന് ചിന്തിച്ച് പഠിച്ച് അതെങ്കിലും ക്രിയേറ്റീവായി സമൂഹത്തിന് മുമ്പിലേക്ക് പുതുതായി ഒന്ന് അവതരിപ്പിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. അതും കോപ്പിയടിച്ചതാണ് സുഹൃത്തുക്കളെ. അമേരിക്കയിലെ പബ്ലിക് സ്കൂൾ സിലബസിലേക്ക് ക്രിയേഷനിസം പഠിപ്പിക്കാൻ അവിടെയുള്ള ആളുകൾ തയ്യാറായപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ അതിനെതിരെ വന്നിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു ചർച്ച് ഓഫ് ഫ്ലൈയിങ് സ്പെഗറ്റി മോൺസ്റ്റേഴ്സ് എന്നുള്ള ഒരു മൂവ്മെന്റ്. ഫ്ലൈയിങ് സ്പെഗറ്റി മോൺസ്റ്റേഴ്സ് എന്ന ഒരു ദൈവം ഞങ്ങൾക്കുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാസത്തിന്റെ രീതിയിൽ അവർ രംഗത്ത് വരികയായിരുന്നു. ആ ഒരു മുഖംമൂടി അല്ലെങ്കിൽ ആ ഒരു കോമാളി വേഷം അതേപടി പകർത്തുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഡിങ്കോയിസ്റ്റുകൾ എന്ന് പറഞ്ഞുകൊണ്ട് കോമാളി വേഷം കെട്ടുന്ന ആളുകൾ ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഡിങ്കോയിസം എന്നുള്ള ആ ഒരു കാര്യത്തിന് യഥാർത്ഥ ദൈവവിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ അത് പ്രാപ്തമാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാം പറയുന്നത് നിങ്ങൾ ഒന്നിനെയും ആരാധിക്കരുത്, ഒന്നും ആരാധനക്ക് അർഹരല്ല എന്നാണ്. നിങ്ങൾ സൂര്യനെ ആരാധിക്കരുത്, നിങ്ങൾ ചന്ദ്രനെ ആരാധിക്കരുത്, സൂര്യന്റെ സൃഷ്ടാവിനെ ആരാധിക്കണം, ചന്ദ്രന്റെ സൃഷ്ടാവിനെ ആരാധിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒന്നിനെയും ആരാധിക്കരുത്, യേശുവിനെയല്ല യേശുവിന്റെ സൃഷ്ടാവിനെ, മുഹമ്മദ് നബിയെ അല്ല മുഹമ്മദ് നബിയുടെ സൃഷ്ടാവിനെ, ശ്രീകൃഷ്ണനെയല്ല ശ്രീകൃഷ്ണന്റെ സൃഷ്ടാവിനെ, ഇങ്ങനെ ഒന്നിനെയുമല്ല അതിന്റെയൊക്കെ സൃഷ്ടാവിനെ ആരാധിക്കണമെന്ന് പറയുന്ന ദർശനത്തിന്റെ മുമ്പിലേക്ക് നിങ്ങളൊരു എലിക്കുട്ടിയുമായി വന്നാൽ അതിനെയുമല്ലടോ അതിന്റെയും സൃഷ്ടാവിനെ പോയി ആരാധിക്കുക എന്ന് പറഞ്ഞ് അവഗണിക്കുവാൻ മാത്രമേയുള്ളൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തരത്തിലുള്ള കോമാളി വേഷം കെട്ടൽ. സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ അപഹാസ്യരാവുന്നു എന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട യുക്തിവാദി സുഹൃത്തുക്കളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ഈ മുഖംമൂടികൾ അഴിച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ ദാർശനികമായി നിങ്ങളുടെ വാദം സ്ഥാപിക്കാൻ തയ്യാറാവണമെന്നാണ്. നട്ടെല്ല് നിവർത്തിക്കൊണ്ട് യുക്തിവാദം പ്രസംഗിക്കാൻ നിങ്ങൾ ഇനിയെങ്കിലും തയ്യാറാവണമെന്നാണ് പറയുവാനുള്ളത്. അങ്ങനെ തയ്യാറാവുമ്പോഴാണ് ചില ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. നേരത്തെ പറഞ്ഞ ബട്ടൺ കഥയുണ്ടല്ലോ, പൊട്ടൻ കഥ, അത് വിശ്വസിക്കേണ്ടി വരില്ലേ ഈ പ്രപഞ്ചം തനിയെ ഉണ്ടായി എന്ന് പറയുമ്പോൾ എന്നുള്ള ചോദ്യം അവിടെയാണ് ഉയർന്നു വരിക. അവിടെയാണ് നിങ്ങൾക്ക് ഉത്തരം മുട്ടുന്നത്. അവിടെ യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, ഞാൻ ആദ്യം പറഞ്ഞ ബട്ടൺ കഥ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ഒരു ബട്ടൺ യാദൃശ്ചികമായി കൂടിച്ചേർന്നുകൊണ്ട് ഉണ്ടായി എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇല്ലെങ്കിൽ പ്രിയമുള്ളവരെ, ഖുർആൻ നിങ്ങളോട് ചോദിക്കുന്നു, ഞാൻ ആദ്യം ഓതിയ ആയത്ത്, അം ഖുലിഖൂ മിൻ ഐരി ഷൈ, അം ഖുലിഖൂ മിൻ ഐരി ഷൈ, ഒരു ബട്ടൺ പോലും തനിയെ ഉണ്ടാവുകയില്ലെങ്കിൽ അം ഖുലിഖൂ മിൻ ഐരി ഷൈ, നിങ്ങൾ തനിയെ ഉണ്ടായി എന്നാണോ നിങ്ങൾ പറയുന്നത്? അംഹുമുൽ ഹാലികൂൻ, അതല്ല നാമാണോ നിങ്ങളെ സൃഷ്ടിച്ചത്? അതുപോലെ തന്നെ ഖുർആൻ ചോദിക്കുന്നു, അം ഖലഖസ് സമാവാതി വൽ അർദ്, നിങ്ങളാണോ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത്? ബല്ലാ യൂഖിനൂൻ. ഇവിടെ വളരെ വ്യക്തമായിക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയുവാനുള്ളത്, ഈ ഒരു ചോദ്യം അത് മുഴച്ചു നിൽക്കുകയാണ്. ആ ഒരു ചോദ്യത്തിന് അതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ദാർശനികമായി ഉത്തരം പറയാൻ സാധിക്കാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള മുഖംമൂടികൾ സ്വീകരിക്കേണ്ടി വരുന്നതും
ആദർശം മറച്ചുകൊണ്ട് വിമർശനങ്ങളും കോമാളി മുഖംമൂടികളുമായി ഇത്തരം ആളുകൾക്ക് രംഗത്ത് വരേണ്ടി വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം സുഹൃത്തുക്കളെ. അതുകൊണ്ട് നമ്മൾ പഠിക്കണം. ഇസ്ലാമിന് പറയാനുള്ളത് നിങ്ങൾ പഠിക്കാതെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങണമെന്നല്ല, നിങ്ങൾ പഠിച്ചുകൊണ്ട് സൃഷ്ടാവിന്റെ അസ്തിത്വം മനസ്സിലാക്കണമെന്നാണ് ഇസ്ലാമിന് ജനങ്ങളോട് പറയുവാനുള്ളത്. ഒരിക്കലും ഞാൻ ചോദിക്കട്ടെ, മനുഷ്യ ശരീരം കീറി മുറിച്ചുകൊണ്ട് പഠിക്കുന്ന ഒരു ബയോളജി വിദ്യാർത്ഥികൾ ഒരു മെഡിസിൻ വിദ്യാർത്ഥിക്ക് എങ്ങനെ സാധിക്കും അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ആ ഒരു മെക്കാനിസങ്ങൾ തനിയെ യാദൃശ്ചികമായി ഉണ്ടായി എന്ന് വിശ്വസിക്കാൻ എങ്ങനെ സാധിക്കും പ്രിയമുള്ളവരെ? ഒരു നിസ്സാരമായി, ഞാൻ പറഞ്ഞല്ലോ, നിസ്സാരമായ ഒരു ബട്ടൺ പോലും തനിയെ ഉണ്ടായി എന്ന് പറയുന്നവരെ പൊട്ടനെന്ന് വിളിക്കുന്നവർക്ക് എങ്ങനെ സാധിക്കും, എങ്ങനെ മനുഷ്യബുദ്ധിക്ക് ഇത് അംഗീകരിക്കാൻ സാധിക്കുമെന്നുള്ള ആ ഒരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത്, പഠിക്കുക, മനസ്സിലാക്കുക. സൃഷ്ടാവിന്റെ അസ്തിത്വം ബോധ്യപ്പെട്ടാൽ അത് മനസ്സിലാക്കാനും അത് സ്വീകരിക്കുവാനും അത് സമൂഹത്തോട് പറയുവാനുമുള്ള ധൈര്യം നമ്മൾ കാണിക്കണമെന്നാണ് എന്റെ സുഹൃത്തുക്കളോട് പറയുവാനുള്ളത്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.